അങ്ങനെ നമ്മുടെ ഉദയഭാനു ബാലനോട് പറയുന്നുണ്ട്, എന്താ ബാല നിങ്ങൾ ഞങ്ങളെ വിളിച്ച് വരുത്തിയിട്ട് അപമാനിക്കുകയാണോ എന്നാ നിങ്ങൾ പറയുന്നത്? ദേവിയുടെ ലിറ്ററേച്ചറിൻ്റെ കിട്ടിയ സർട്ടിഫിക്കറ്റും ട്രോഫിയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ വന്ന് നോക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആനന്ദനാണെങ്കിൽ വലിയ ദേഷ്യം വന്നിട്ട് അവൻ വേഗം ഫ്ലവർ വേസ് എടുത്തിട്ട് നമ്മുടെ ഉദയഭാനുവിനെ അടിക്കാൻ പോകുന്നുണ്ട്. എന്തായാലും എല്ലാവരും തടയുന്നുണ്ട്. ആ സമയത്ത് ഗോമതി പറയുന്നുണ്ട്, മതി നിങ്ങളുടെ അഭിനയം, നിർത്തിക്കോളി നിങ്ങളെല്ലാവരും എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രീകല പറയുന്നുണ്ട്, ആരെ പറഞ്ഞ ഗോമതി ഞങ്ങളൊക്കെ അഭിനയിക്കുകയാണ്, ഇതൊക്കെ ഞങ്ങളൊക്കെ സത്യം പറയണമെന്ന് പറയുന്നുണ്ട്. മതി, ഞങ്ങൾക്ക് എല്ലാ കള്ളത്തരും മനസ്സിലായി, നിങ്ങളെ മകൾ തന്നെ ഞങ്ങളോട് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ശ്രീകലയ്ക്കും ഉദയഭാനുവിനൊക്കെ പെട്ടെന്ന് വല്ലാതെ സങ്കടമൊക്കെ ആവുന്നുണ്ട്, ഇനി എല്ലാ സത്യങ്ങളും ഇവർ അറിഞ്ഞോ എന്നൊക്കെ വിചാരിച്ചിട്ട്. എന്തായാലും നമ്മുടെ ദേവിയോട് പറയുന്നുണ്ട്, നമ്മുടെ ഉദയഭാനുവിൻ്റെയും ശ്രീകലയുടെയും ഒപ്പം പോയിക്കോളാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രീകല പറയുന്നുണ്ട്, നീ പോണ്ട മോളെ, ഇത് നിൻ്റെ ഭർത്താവിൻ്റെ വീടല്ല, നിന്നെ എങ്ങനെ ആരെ ഇറക്കി വിടുക, നമുക്കൊന്ന് നോക്കാലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ഗോമതിക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നീ ഇവിടുന്ന് സ്വയം ഇറങ്ങണുണ്ടോ അതോ ഞാൻ നിന്നെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് ആക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, ശ്രീകല നിങ്ങൾ വേഗം ദേവീനെ കൊണ്ടുപോടുന്ന് പെട്ടെന്ന് ഇറങ്ങാൻ നോക്കിയെന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ദേവിയാണെങ്കിൽ നമ്മുടെ ആനന്ദിനോടൊക്കെ പോയിട്ട് ഒരുപാട് അപേക്ഷിക്കുന്നുണ്ട്, എന്നെ ഇവിടുന്ന് പറഞ്ഞയക്കരുത് എന്നൊക്കെ കാല് പിടിച്ചിട്ട് പോലെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ശ്രീകലയ്ക്ക് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ ഇവരോട് പോയി കെഞ്ചാൻ പോണേ, ഇത് നിൻ്റെ ഭർത്താവിൻ്റെ വീടാണ്, നിന്നെ ഇവിടുന്ന് ആരും ഇറക്കി വിടില്ല, ആർക്കും അതിനുള്ള അധികാരമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ഗോമതി പറയുന്നുണ്ട്, ഞാൻ കാണിച്ചു തരാടി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ദേവിയുടെ കൈ പിടിച്ചിട്ട് വലിച്ചിട്ട് പുറത്തേക്ക് ആക്കിയിട്ട് വാതിൽ അടയ്ക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ദേവിക്കാണെങ്കിൽ വലിയ സങ്കടമാവുന്നുണ്ട്, പൊട്ടിക്കരയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ആനന്ദിനും കുറേശ്ശെ വിഷമമുണ്ട്, പക്ഷെ നോക്കി നിൽക്കുക അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.